ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജോർജിയയിലെ മൂന്നാമത്തെ എപ്പിസോഡുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ജലാറ്റി മൊണാസ്ട്രിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ. ഈ മൊണാസ്ട്രി കാണാൻ ഭയങ്കര രസമാണ്. ജോർജിയയിലെ ഡേവിഡ് നാലാമൻ രാജാവിൻ്റെ നേതൃത്വത്തിൽ 1106 ആണ് ഈ ജലാറ്റി മൊണാസ്ട്രിയുടെ നിർമ്മാണം ആരംഭിച്ചത് കേട്ടോ. നമ്മൾ പോയ സമയത്ത് മൊണാസ്ട്രിയുടെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ബൈസന്റൈൻ എംപയറിൻ്റെ ഭരണകാലത്താണ് ഇത് നിർമ്മിച്ചത്. ഈ കാലഘട്ടത്തിൽ സാമ്രാജ്യത്തുടനീളം ഭരിച്ചിരുന്ന മതം ആയിരുന്നു ക്രിസ്തു മതം കേട്ടോ. ചർച്ച് ഓഫ് വിർജിൻ ദി ബ്ലെസ്ഡ് എന്നറിയപ്പെടുന്ന ആശ്രമത്തിൻ്റെ പ്രധാന പള്ളി 1130 പൂർത്തിയായി കന്യാമറിയത്തിന് സമർപ്പിച്ചു. സൈഡിലോട്ട് വരുമ്പം ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ട്. ചെറിയ വെള്ളം വരുന്ന ഒരു ഓവ് പോലെ ഉണ്ട്. ആ വെള്ളം ചെന്ന് വീഴുന്ന ചെറിയൊരു വെല്ലിലോട്ടാണ് ഒരു വെൽ വിഷ് പോലെ ഒരു കോൺസെപ്റ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. ആൾക്കാർ കോയിൻസ് ഒക്കെ ഇടുന്നുണ്ട്. ഇതാണ് ആ ഒരു ചെറിയൊരു വെല്ല്. ആൾക്കാർ അതിൽ നിന്ന് വെള്ളവും വിശ്വാസികൾ കുടിക്കുന്നുണ്ട്. നല്ല വെള്ളമാണ്, ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. അതെ, അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നടക്കുമ്പം ഈ ഒരു വ്യൂ ആണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ വ്യൂ ഭയങ്കര രസമാണ്. ആ വെൽവിഷിൽ ഈ ദിവസം കോയിൻസ് ഇട്ട് കേട്ടോ. ചുമ്മാ അവർക്ക് ഇടണമെന്ന് തോന്നിയിട്ട് അങ്ങനെ ഇട്ടതാണ്. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി നമ്മൾ മേളിലോട്ട് പോയി. അപ്പം ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്ന സ്ഥലം മേളിലുണ്ട്. മേളിൽ അതൊക്കെ കണ്ട് നമ്മൾ മേളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. സൂപ്പറാണ്. നല്ല അടിപൊളി ഗ്രീനറി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ. ഇത് ഭയങ്കര രസമാണ് ഇവിടെ നിന്ന് നോക്കാനായിട്ട്. മതപരമായ ഉദ്ദേശത്തിന് പുറമെ ജോർജിയയിൽ ഒരു ശാസ്ത്ര വിദ്യാഭ്യാസ അക്കാദമിയായി പ്രവർത്തിക്കാനാണ് ആശ്രമം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അങ്ങനെ അയിനൂന് ചുമ പിടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തില്ല. അയിനൂന് ചുമ വന്നു കഴിഞ്ഞാൽ ഹെക്റ്റിക് ആവും. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പം ഞങ്ങളെ ഓണർ പീഡിയാട്രിഷ്യൻ ഡോക്ടറും കൂടിയാണ് കേട്ടോ. അവർ കൺസൾട്ട് ചെയ്തു. അയിനൂനൊരു മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു കേട്ടോ. അത് പോയി വാങ്ങിച്ചു. പിന്നെ കൊടുത്തപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല കുറഞ്ഞോക്ക്. അതെ, അവർ നമുക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സ്വീറ്റാണ്. ഭയങ്കര ക്രിസ്പിയാണ്. സംഭവം സൂപ്പറാണ്. എന്താ അതില് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പപ്സ് ഇല്ലേ, അതിന്റെ ആ ലെയർ സാധനത്തിന്റെ ഇടയിൽ ക്രീം എന്താ ഇൻസൈഡില് നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതെ, പപ്സിന്റെ ആ ലെയർ അതിന്റെ ഇടയിൽ ക്രീം. ഇക്കതാ ഫുഡ്, രാത്രിയിലത്തെ ഫുഡ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇത് ബട്ടർ നാനെന്നും പറഞ്ഞിട്ടാണ് തന്നത്. ചപ്പാത്തി പോലെ ഇരിപ്പുണ്ട്. പിന്നെ ബട്ടർ ചിക്കൻ പീസൊക്കെ രണ്ട് ചെറിയ പീസ് ഉണ്ട്. ഇതാണ് ബട്ടർ ചിക്കൻ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്വീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബ്ലൂബെറി കേക്കും സ്ട്രോബെറി ചീസ് കേക്കും ആയിരുന്നു. അടിപൊളിയായിരുന്നേ. പിറ്റേന്ന് രാവിലെ നമ്മൾ തിബിലിസിയിലോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇത് കുട്ടൈസി തിരക്കേറിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. പെർ ഹെഡ് 25 dirhams ആണ്. അപ്പം ഈ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവടങ്ങളും ഷോപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ റെസ്റ്റോറൻറ്റുകളും കഫേകളും ഒക്കെ ഉണ്ട്. അപ്പം നല്ല തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടൈസിയും തിബിലിസിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടൈസി എന്ന് പറഞ്ഞാൽ വെൽ ഡെവലപ്ഡ് സിറ്റി അല്ല. തിബിലിസി നല്ല അഡ്വാൻസ്ഡ് സിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ചീപ്പ് റേറ്റിന് കുട്ടൈസിയിൽ സാധനങ്ങളൊക്കെ കിട്ടും. തിബിലിസിയിലുള്ള ആൾക്കാർ കുട്ടൈസിയിൽ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചീപ്പ് റേറ്റിന് തിരിച്ച് കുട്ടൈസിയിലോട്ട് പോകും കേട്ടോ. ഇങ്ങനെയുള്ള ബസ്സുകളിലാണ് പോകുന്നത്. അവർ ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബിസിനസ്, ചെറിയ ചെറിയ കടകളൊക്കെ ബിസിനസ് നടത്തുന്നവർ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ.
3 hours കുട്ടൈസിയിൽ നിന്ന് തിബിലിസിയിലോട്ട് പോകാനായിട്ട് സമയമെടുക്കുന്നത്. അപ്പം ദേ പോകുന്ന വഴിയെല്ലാം നല്ല അടിപൊളി നമ്മളെ കൃഷികളും തോട്ടങ്ങളും ഒക്കെ കാണാൻ നമുക്ക് സാധിക്കും. നല്ല ചെറിയ ചെറിയ അരുവികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല കാഴ്ചകളായിരുന്നു. 1.5 hours കഴിഞ്ഞപ്പം ആൾക്കാർക്ക് ടോയ്ലറ്റിലൊക്കെ പോകാനായിട്ട് നിർത്തി കേട്ടോ. ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റൊക്കെ ഉണ്ട്, ചെറിയൊരു കടയും ഉണ്ട് കേട്ടോ, സ്നാക്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പം ദേ ആളുകൾ കുറച്ച് കാല് നോക്കാനൊക്കെ ഉള്ളവർ കുറച്ച് റിലാക്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരുണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്, ടോയ്ലറ്റിൽ പോകുന്നവരുണ്ട്. അങ്ങനെ ദേ ബസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ബസ് വീണ്ടും മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ലേക്കിലൂടെയാണ് ബസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദേ തിബിലിസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലാണ് പോകുന്നത്. അവിടെ നിന്ന് ആണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന നമ്മളാ റൂമിലോട്ട് പോകുന്നത് കേട്ടോ. അവിടെ സൈഡിൽ നിറയെ കടകളും കാര്യങ്ങളുമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ടാക്സിയിൽ റൂമിൽ പോവാം. പക്ഷേ നമ്മൾ മെട്രോയും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെട്രോയിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതേ മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. മെട്രോ സ്റ്റേഷനിൽ ഇങ്ങനെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ മെട്രോ എത്തിയിട്ടുണ്ട്. നല്ല ഒരു വലിയ മെട്രോ ആയിരുന്നു കേട്ടോ. നല്ല ക്ലീനും കാര്യങ്ങളുമാണ്. അങ്ങനത്തെ മിനിറ്റിന് ട്രെയിനുകൾ വന്നുകൊണ്ടിരിക്കും. ജോർജിയയിൽ വന്നിട്ട് ടർക്കിഷ് ഫുഡ് ട്രൈ ചെയ്യുന്നെന്ന് വിചാരിക്കരുത്. ഇവിടെ ഇതേ നിവർത്തിയുള്ളൂ. ഹലാൽ ഫുഡ് കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഒരു ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കാർബണോറ പിന്നെ ആൽഫ്രഡ മഷ്റൂമും, ഇത് രണ്ടും ബോറായിരുന്നു കേട്ടോ. ഭയങ്കര നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഉപ്പും ഒന്നും ഇല്ലായിരുന്നു. മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. വെൽക്കം ടു അവർ തിബിലിസീസ് റൂം ടൂർ. അപ്പോൾ അതേ 2 ബെഡുണ്ട്, 2 ബെഡ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു വാർഡ്രോബും പിന്നെ ഒരു ടേബിളും. പിന്നെ നമുക്ക് നേരെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ ഒരു ടേബിളും ചെയറും കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്നത് ആ വ്യൂ, അടിപൊളി ഹിൽസിലെ വ്യൂ ആണ് നമുക്ക് കാണുന്നത്. ഹിൽസിന് മുകളിൽ റിസോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. രാവിലെ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. നമ്മൾ സിറ്റിയിലാണ്. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റൂമിൽ ഓർഡർ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കഴിച്ചു. ഇനിയിപ്പോൾ തിബിലിസിയിൽ സിറ്റിയിലൊക്കെ ഒന്ന് ഇറങ്ങണം, കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇതാണ് നമ്മളെ ഹോട്ടലിൻ്റെ ചെറിയൊരു ലോബി ഏരിയ. താഴെയാണ് ഓണർ താമസിക്കുന്നത് കേട്ടോ. താഴെയാണ് ഫാമിലി ഫുള്ള് താമസിക്കുന്നത്. അവരുടെ മേളിലോട്ടൊക്കെ റൂമുണ്ട്. അപ്പോൾ അതേ നമ്മൾ ഫ്രണ്ടിൽ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഏരിയയാണ്. കുറച്ച് ചെടികളൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഈ ഹോട്ടലിൻ്റെ പേരാണ് മർസൽ ഹോട്ടൽ. നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബസ് ആക്സസ് ഉള്ളതും മെട്രോ അടുത്തായതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാനും വളരെ ഈസിയാണ്. അതുപോലെ നല്ലൊരു ഏരിയയാണ്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ റൂം എടുത്തത്. ഇത് നോക്കിക്കേ, ഈ ഒരു 2 സൈഡിലുമുള്ള മരങ്ങളുടെ ആ ഇലയൊക്കെ പോയ ആ മരങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ലണ്ടനോ അമേരിക്കയോ ഒക്കെ തോന്നും. അത്ര മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. നോക്കിക്കേ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഭയങ്കര രസമല്ലേ ഈ ഒരു വ്യൂ? നോക്കിക്കേ, ആ മേളിലത്തെ ഹിൽസും അങ്ങ് ദൂരെയുള്ള മഞ്ഞുമലയും ഒക്കെ കാണാൻ പറ്റുന്നില്ലേ? അങ്ങനെ അതെ ഞങ്ങൾ പതുക്കെ നടക്കുകയാണ്. കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ ലോക്കൽസൊക്കെ താമസിക്കുന്ന വീടുകളാണ് കേട്ടോ ഇതൊക്കെ. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇസാനി ടൗണിലാണ്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലേ, ബസ്സുകളൊക്കെ അപ്പുറത്തുണ്ട്. കുട്ടൈസി പോലെ അല്ല. കുട്ടൈസിയിൽ പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു.
പക്ഷേ ഇവിടെ നല്ല പോപ്പുലേഷനും ഉണ്ട്, വെൽ ഡെവലപ്ഡ് സിറ്റിയാണിത്. ബസ്സിൽ കയറാൻ പോവുകയാണ് നമ്മൾ. പിന്നെ നമുക്ക് ഈ നമ്മൾ ദുബായിലാണെങ്കിൽ നോയൽ കാർഡ് എടുക്കേണ്ടി വരും ബസ്സിൽ. അതുപോലത്തെ കാർഡൊന്നും ഇവിടെ പർച്ചേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമുക്ക് കാർഡ് ടാപ്പ് ചെയ്ത് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അപ്പം ഇല്ലെങ്കിൽ 4 പേർക്ക് 4 കാർഡ് പർച്ചേസ് ചെയ്യേണ്ടി വന്നേന്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് കാർഡ് ടാപ്പ് ചെയ്ത് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഞങ്ങളിവിടെ ഇറങ്ങുകയാണ്. ഇതാണ് നമ്മൾ വന്ന ബസ്. നേരെ കാണുന്നത് ഒരു ബാങ്കാണ്, ബേസിക് ബാങ്ക്. ബേസിക് കാരിഫോർ ഉണ്ട് ഇവിടെ. അടിപൊളി ഒരു പാർക്ക് കാണുന്നുണ്ട്. നേരെ നമ്മൾ പാർക്കിൻ്റെ അകം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഒരു ചെറിയൊരു പാർക്കാണ്. നല്ല ഭംഗിയുള്ള പാർക്കാണ്. ഇവിടെ ഏറ്റവും പേടി എനിക്ക് പട്ടികളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. ഇഷ്ടം പോലെ പട്ടികളുണ്ട് ഇവിടെ. സ്ട്രീറ്റ് ഡോഗ്സും അല്ലാതെ ആൾക്കാരുടെ പെറ്റ്സും. ഇതാണ് ആ ചർച്ച്. നല്ല ഭംഗിയുള്ള ചർച്ചാണ്. ഈ നേരെ കാണുന്ന ചർച്ച് ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ഓഫ് ടിബിലിസി ആണ് കേട്ടോ. അത് ഫേമസ് ആയിട്ടുള്ള ചർച്ചാണ്. നമ്മളിപ്പം കാരിഫോറിലോട്ട് കയറിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ സൈഡിലൊക്കെ പോകുമ്പം കാണാനൊക്കെ പോകുമ്പം കുറച്ച് സ്നാക്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് കാരിഫോറിൻ്റെ വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ എടുത്ത് കേട്ടോ. ബിസ്ക്കറ്റും കുറച്ച് അല്ലാത്ത ലെയ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് കേട്ടോ. അപ്പം നമ്മളിത് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയപ്പം എയർ ബലൂൺ പോകുന്നുണ്ട്. ഭയങ്കര രസമുണ്ട് കേട്ടോ ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട്. കുറേ നേരം അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ സർവീസ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് എയർ ബലൂണിൻ്റെ സ്റ്റേഷൻ. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് എയർ ബലൂണിൽ കയറാം കേട്ടോ. നമ്മളൊരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഇവിടുത്തെ ഇൻറ്റീരിയർ നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കിച്ചൺ. ഇത് ഫ്രണ്ട് ആണ് കേട്ടോ. ഫ്രണ്ട് ഏരിയയാണ്. ഇങ്ങോട്ട് വരുമ്പോഴാണ് ഡൈനിങ് സ്പേസ്. ഇവിടെ ഇങ്ങനെ വാളിൽ ഓരോന്ന് ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സായിരിക്കും അവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഡൈനിങ് സ്പേസ്. ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഇതാണ് വേറൊരു ഡൈനിങ് സ്പേസ്. നല്ല അടിപൊളി ലാമ്പാണ് കേട്ടോ. നല്ല അടിപൊളി ലാമ്പ്, ഇഷ്ടപ്പെട്ട്. വാളിൽ കൊടുത്തിരിക്കുന്ന കാർപ്പറ്റും നല്ല രസമുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് മെഗറിലിയൻ കച്ചാപ്പൂരിയാണ് കേട്ടോ. 23 ലാറിയാണ്. കച്ചാപ്പൂരി എത്തിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടാണ്.
ഫ്രഷായിട്ട് അവർ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. ഫുൾ ചീസാണ്, നല്ല ക്രിസ്പിയാണ്, അടിപൊളി. കുറച്ച് ടോപ്പിങ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിസ്സ ആവും കേട്ടോ. നമ്മുടെ പിസ്സയേക്കാളും നല്ല ടേസ്റ്റ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നടക്കുകയാണ്, താഴോട്ട് നടക്കുകയാണ്. അവിടെ സൊവനിയർ ഷോപ്പും ഹോട്ടൽസ് പിന്നെ കഫേ വൈൻ ഷോപ്പൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഇത്. നോക്കിക്കേ ഈ ഒരു സ്ട്രീറ്റ് എന്ത് ഭംഗിയാന്ന്. സ്പ്രിംഗ് സീസണിലൊക്കെ ഭയങ്കര രസമായിരിക്കും, നിറച്ച് കളർഫുൾ ഇലകളൊക്കെ വന്ന് ഭയങ്കര രസമായിരിക്കും. അതുപോലെ തന്നെ വിൻ്ററും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മൾ നേരത്തെ കണ്ട ചർച്ചാണത്, ഫേമസ് ആയിട്ടുള്ള ചർച്ച് എന്ന് പറഞ്ഞില്ലേ, ആ ചർച്ചാണ് മേളിൽ കാണുന്നത്. അങ്ങനെ തിബിലിസിയുടെ ഭംഗിയെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ആള് ബോട്ട് ടൂറെന്നും പറഞ്ഞിട്ടൊരു ബ്രോഷർ കൊണ്ടുവന്നു. നമ്മളെ കമ്പൽ ചെയ്ത് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പാക്കേജ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ച് അയാൾ പറഞ്ഞു ആ ഗ്രീൻ ബഗ്ഗി പോലത്തെ ഒരു ബസ്സിൽ കയറാൻ പറഞ്ഞു കേട്ടോ. നോക്കിക്കേ നിറയെ സീറ്റ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ നേരെ ബോട്ട് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കും കേട്ടോ, ഈ ബസ്സിൽ കയറ്റിയിട്ട്. നമ്മളങ്ങനെ ബസ്സിൽ കയറിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇത്? ചെറിയ ബഗ്ഗി ടൈപ്പ് ബസ്സാണ് ഇത്. കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പം ഈ ബസ് നേരെ പോകുന്നത് ബോട്ടിങ്ങിനാണ്. ബോട്ടിൽ നമ്മളെ കൊണ്ടാക്കും. ഇത് നേരെ കാണുന്ന ആ ബസ് പോലെ ഇരിക്കുന്ന, ട്രെയിൻ പോലെ ഇരിക്കുന്ന ഒരു ഇതില്ലേ, അത് ബാറാണ്. നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു പാക്കേജിൽ ഫ്രീ വൈനും ടീയും കോഫിയും നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മളൊരു ടീയും ഒരു കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. ബോട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. കാർഡ് പേയ്മെൻറ്റ് ചെയ്യാം. ടോട്ടലായിരിക്കുന്നത് 60 ലാറിയാണ്. അങ്ങനെ നമുക്ക് കയറാനുള്ള ബോട്ട് എത്തിയിട്ടുണ്ട്. കോഫിയും ടീയും എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ ബോട്ടിലോട്ട് കയറുകയാണ്. അപ്പം ഇത് ഒരു ചെറിയൊരു ബോട്ട് യാത്ര അല്ല, ഇത് വളരെ പ്രത്യേകതകൾ ഏറിയ ഒരു ബോട്ട് യാത്രയാണ്. ഈ ഒരു നദിയുടെ പേരാണ് കുറാ നദി. ജോർജിയയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നദിയാണിത്. നദിയുടെ മേളിൽ ഒരു ഫേമസ് ആയ ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ പേരാണ് പീസ് ഓഫ് ബ്രിഡ്ജ്, സമാധാനത്തിൻ്റെ പാലം എന്നാണ് അറിയപ്പെടുന്നത്. ഈ 2010 മെയ് മാസത്തിലാണ് ഇത് ഒഫീഷ്യലി ഈ ഒരു ബ്രിഡ്ജ് തുറന്നു കൊടുക്കുന്നത് കേട്ടോ. ഭയങ്കര രസമാണ് ആ ബ്രിഡ്ജ് കാണാനായിട്ട്. അവിടോട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഇത് ഈ റിവറിലൂടെ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. രണ്ട് സൈഡുമുള്ള കാഴ്ചകളും ആ ബ്രിഡ്ജിൻ്റെ ഭംഗിയും എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബോട്ട് യാത്രയും കൂടിയാണ്. നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പം ഈ കാറ്റൊന്നും വലുതായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യില്ല. രണ്ട് സൈഡും പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ വടക്ക് കിഴക്കൻ തുർക്കിയിൽ നിന്ന് ആരംഭിച്ച് ഖുറാ തുർക്കിയിലൂടെ ജോർജിയയിലേക്കും പിന്നീട് അസർബൈജാനിലേക്കും ഒഴുകുന്ന ഒരു റിവറാണ് ഈ ഖുറാ നദി എന്ന് പറഞ്ഞാൽ. അങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ അടിപൊളി ഒരു ബോട്ട് യാത്ര അവിടെ അവസാനിക്കാൻ പോവുകയാണ് കേട്ടോ.
അപ്പോൾ ഇതാ തീർന്നിട്ടില്ല ജോർജിയയിലെ വിശേഷങ്ങൾ, ഇനിയും ഉണ്ട് ഒരുപാട് പറയാനും കാണിക്കാനും. അപ്പോൾ എല്ലാം കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. കീപ് വാച്ചിങ്, ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ബൈ.